തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 18-ാമത്തെ വാക്യം വരെ. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അവൻ്റെ ശാസ്ത്രയെങ്കിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. അതിൻ്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. 2014 ക്രിസ്തുമസ് ദിവസത്തിൽ ഇപ്രകാരമുള്ള ഒരു മീറ്റിംഗ് ക്രമീകരിക്കാനും നടത്തുവാനും സഹായിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. 1000 നക്ഷത്രങ്ങൾ മിന്നിക്കത്തി ആ തിരുപ്പിറവിയെ ഒരിക്കൽ കൂടെ ലോകം സ്മരിക്കുന്നതായ ഈ ദിവസത്തിൽ അതിപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന് ദൈവം ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു. അവതാരവും ജനനവും തമ്മിൽ ഉള്ള വ്യത്യാസം നമുക്കറിയാം. അവതാരത്തിന് ജനിക്കുന്ന സ്ഥലം, ജനിക്കേണ്ട സമയം, മാതാപിതാക്കൾ ആരായിരിക്കണം, സാഹചര്യം, ഇവയെല്ലാം മുൻപ് കൂട്ടി തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെയായിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ ജനനം. പക്ഷേ ജനിക്കുന്നവർക്ക് അങ്ങനെയല്ല. അവർ എവിടെ ജനിക്കുന്നു, ആർക്ക് ജനിക്കുന്നു, ഇതൊന്നും അവരുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. ഇങ്ങനെ മുൻപ് കൂട്ടി ദൈവീയ പ്ലാൻ പ്രകാരം ക്രിസ്തു ജനിച്ചിട്ടും കൂടെ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി വളർത്തപ്പെട്ട ക്രിസ്തു നമുക്ക് സകലത്തിലും ഒരു മാതൃകയായി കാണപ്പെടുകയാണ്. മക്കളെ വളർത്തേണ്ട വിധം, മക്കൾ വളരേണ്ട വിധം എന്നതിനെല്ലാം യേശു ഒരു മാതൃകയായിരിക്കുന്നു എന്നുള്ളത് വിശേഷിക്കപ്പെട്ട ഒരു സംഗതിയാണ്. പേരന്റിങ്, രക്ഷാകർതൃത്വം എന്നുള്ളതായ വിഷയം, മക്കളെ എങ്ങനെ വളർത്തണം, മാതാപിതാക്കന്മാർ എவ்விധമായിരിക്കണം എന്നുള്ളത് കുടുംബസ്ഥരായി ജീവിക്കുന്നവർക്ക് മാത്രമല്ല, സൺഡേ സ്കൂൾ അധ്യാപകർക്കും ദൈവസഭയെ സ്വന്തം മക്കളെന്ന പോലെ വളർത്തുന്ന ശുശ്രൂഷകർക്കും ഒരുപോലെ പരമപ്രധാനമായൊരു വിഷയമാണ്. ഈ വിഷയം ചിന്തിക്കുന്നതിന് മുൻപ് നാം മക്കളില്ലാത്ത ദമ്പതികളെ ഓർക്കണം. അവരുടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഒന്നോ ഒന്നിലധികമോ സന്താനങ്ങളുടെ അപ്പനോ അമ്മയോ ആയിരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നവരായിത്തീരണം. പിതാവിനെയോ മാതാവിനെയോ നഷ്ടപ്പെട്ട, ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെട്ട അനവധി കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആശ്വാസത്തിനായും സർവേശ്വരൻ തന്നെ അവർക്കൊരു പിതാവും മാതാവുമായിരിക്കേണ്ടതിനു വേണ്ടിയും നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതാണ്. നൊന്ത് പ്രസവിച്ച മക്കളെ നഷ്ടപ്പെട്ട അനേക സഹോദരങ്ങൾ നമുക്കറിയാം. അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. വികലാംഗരായും മന്ദബുദ്ധികളായും ജനിച്ച മക്കളെ വളരെ വാത്സല്യത്തോടെ
ദൈവിക ദാനമെന്ന് പൂർണ്ണമായി അംഗീകരിച്ച് സ്വീകരിച്ച് വളർത്തിയെടുക്കുന്നതായ മാതാപിതാക്കന്മാരുമുണ്ട്. അവരെയും ഓർത്ത് നാം ദൈവത്തെ കൂടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷാകർതൃത്വം എന്നുള്ളതായ വിഷയം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്കറിയാം, ഞാനൊരു മനഃശാസ്ത്രജ്ഞനോ ശിശുരോഗ വിദഗ്ധനോ ഒന്നുമല്ല. ഈ പേരന്റിങ് എന്നുള്ള വിഷയത്തിൽ കുട്ടികളുടെ ശാരീരികമായ, ആത്മീയമായ, മാനസികമായ, ആരോഗ്യ സംബന്ധമായ മറ്റും പല മേഖലകളുണ്ട്. ഇത് എല്ലാറ്റിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരറിവും എനിക്കില്ല. ഞാൻ കേവലം ഒരു ശുശ്രൂഷകൻ മാത്രമാണ്. അതുകൊണ്ട് തിരുവചനാടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് എനിക്ക് സാധിക്കുന്ന കാര്യം. സ്വന്തം അറിവ് എന്ന് പറയുവാൻ എനിക്കൊന്നുമില്ല. അതിനാൽ ദിനപത്രങ്ങൾ, മറ്റു പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, ഇവരുള്ള എൻ്റെ കടപ്പാട് ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ പറയുകയാണ്. മറ്റൊന്ന്, തങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെ എന്നോട് പങ്കുവച്ചിട്ടുള്ള അനേക മാതാപിതാക്കന്മാരുടെ ഉള്ളതായ കൃതജ്ഞതയും ഈ വിഷയത്തോട് ബന്ധത്തിൽ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിയാണ് ഇനി വിഷയത്തിലേക്ക് കടക്കുന്നത്. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറിയത്തോട് ഗബ്രിയേൽ നൽകുന്ന ദൂത് കാണാൻ കഴിയുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവന് ഇടേണ്ട പേരും പറയാം യേശു എന്ന് തന്നെയായിരിക്കണം. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സംഗതി, ഏതോ ഒരു കുട്ടിയും ജനിക്കും മുൻപേ ദൈവ മനസ്സിൽ അവനൊരു അസ്തിത്വമുണ്ട് എന്നതാണ്. ഒരു കുട്ടി ലോകത്തിൽ ജനിച്ച ശേഷമല്ല ആ കുട്ടിയുടെ അസ്തിത്വം ആരംഭിക്കുന്നത്. അതിനു മുൻപേ തന്നെ മാതാവിന്റെ ഉദരത്തിൽ, അവിടുന്ന് മുൻപേ ദൈവ മനസ്സിൽ ഒരു കുട്ടിക്കൊരു അസ്തിത്വം ആദ്യം ഉണ്ടാകുകയാണ്. ഇവിടെ യേശു ജനിക്കുമ്പോൾ തന്നെ ജനനവസ്തുത അറിയിക്കുകയും പേരും കൂടെ നേരത്തെ ദൈവദൂതൻ പ്രസ്താവിക്കുകയാണ്. യേശുവിനെ മാത്രമല്ല, വേദപുസ്തകത്തിൽ വേറെ ഒരു 6 പേർക്ക് കൂടെ ജനിക്കും മുമ്പേ ദൈവം പേരിട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. സനാവ് യോഹന്നാൻ, കോരേശ് രാജാവ്, യോശിയ രാജാവ്, ശലോമോൻ, ഇസ്ഹാക്ക്, ഇസ്മായേല്, ഇവരൊക്കെ ഇങ്ങനെ ബൈബിളിൽ 7 പേർക്ക് ജനിക്കും മുമ്പേ ദൈവം പേരിട്ടു. അത് ജനിക്കും മുമ്പേ എന്ന് വെച്ചാൽ കോരേശ് രാജാവിന് അവൻ ജനിക്കുന്നതിന് 175 വർഷം മുൻപാണ് പേരിട്ടതെങ്കിൽ യോശിയ രാജാവിന് 325 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം പേര് വിളിച്ചു. എത്ര ആശ്ചര്യമല്ലേ! അപ്പോൾ ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപ്, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ദൈവത്തിന് മനസ്സിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ പ്രകാരമാണ് ഏതോ ഒരു കുട്ടിയുടെയും ജനനം. ഒരിക്കലും ഒരു കുട്ടിയുടെ ജനനം അബദ്ധമായിട്ടോ യാദൃശ്ചികമായിട്ടുള്ളതല്ല, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ്. മാതാപിതാക്കളായ നിങ്ങൾ ആ ദൈവത്തിന് പ്ലാൻ ഗ്രഹിച്ച് അതിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ദൗത്യമാണുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ മറിയവും ഓരോ ജോസഫുമാകും. നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നതായ മക്കൾ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാകും. പക്ഷേ അവരിപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. അവരങ്ങനെ അല്ല എന്നായിരിക്കാം അവരുടെ പ്രകൃതം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കും തോന്നുക. അവരങ്ങനെ ആക്കിയെടുക്കുന്ന ഒരു കർത്തവ്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും. രക്ഷാകർതൃത്വം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിക്കും മുമ്പേ ആരംഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ ജനന വസ്തുത ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് അറിയിച്ചപ്പോൾ ആ ദൂതിൽ, ആ വചനത്തെ മറിയ പൂർണ്ണമായി ഉൾക്കൊണ്ടു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ആ ദൂതനെ അവൾ മനഃപൂർവ്വമായി സ്വീകരിക്കുന്നതായി കാണും. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ മനഃപൂർവ്വമായി അതിനെ സ്വീകരിച്ചു. ഇതേ മനസ്സൊരുക്കം മറുഭാഗത്ത് ജോസഫിന് ദൈവം നൽകിയുണ്ടായി. ജോസഫിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. മറിയ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നീ അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കരുത്. യേശു എന്ന തന്നെ പേര് ആ കുട്ടിക്ക് ഇടണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ തന്നെ രക്ഷാകർതൃത്വം ആരംഭിക്കുന്നു. നിങ്ങളുടെ മനസ്സ് അതിനായി ഒരുക്കപ്പെടണം. ദൈവം തരുന്ന കുട്ടി അതേതുമാകട്ടെ, ഞാനതിനെ
സ്വീകരിക്കുന്നു എന്ന് ഹൃദയംഗമായി പറയത്തക്കവണ്ണം ഒരുക്കമുണ്ടാകണം. ചില ദമ്പതികൾ കുട്ടി ജനിക്കുന്നതിന് മുൻപേ തന്നെ അവരിൽ അനൈക്യം ആരംഭിക്കും. ഒരാൾ പറയും ആണായിരിക്കണം, അടുത്ത ആളായിരിക്കും പെണ്ണായിരിക്കണം, ചിലർക്ക് ആൺ മതിയെന്ന് പറയും, ചിലർക്ക് പെൺമതി എന്ന് പറയും. ജനിക്കും മുമ്പേ തന്നെ ദമ്പതികൾക്കിടയിൽ കുട്ടി എന്തായിരിക്കണം, ആരായിരിക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു ആഗ്രഹ സംഘട്ടനം നടക്കുകയാണ്. ഇത് ശരിയല്ല. ദൈവം അനുഭവിക്കുന്നതെന്തും വിലപ്പെട്ട സമ്മാനങ്ങളായി സ്വീകരിപ്പാൻ നമുക്ക് കഴിയണം. അത് ആൺകുട്ടിയാകട്ടെ അല്ലെങ്കിൽ പെൺകുട്ടിയാകട്ടെ. ഇതിൻ്റെ മറ്റൊരർത്ഥം, ഒരു കുട്ടി ആദ്യം ജനിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ, അതിനുശേഷമാണ് ലോകത്തിലേക്ക് ജനിക്കുന്നത്. ലോകത്തിലേക്ക് കുട്ടി ജനിക്കും മുമ്പേ ആ കുട്ടി നമ്മുടെ മനസ്സിൽ ജനിക്കുമെങ്കിൽ ആ കുട്ടി നാം പ്രതീക്ഷിച്ചിരുന്ന ഒരു അതിഥിയായും നാം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. അവിടെ മുതലാണ് മാതാപിതാക്കന്മാരും മക്കളും നമ്മളതായ ബന്ധത്തിൻ്റെ ഒരു നല്ല തുടക്കമെന്ന് പറയാൻ കഴിയും. ഒരു കുട്ടി ആരായി തീരണം എന്ന ചിന്ത, അതിനെക്കുറിച്ചുള്ളതായ സംഭാഷണം, വികാരങ്ങൾ, ഇവയെല്ലാം ജനിക്കുന്ന കുഞ്ഞിനെ ഒരു ദൈവപുത്രനാക്കി തീർക്കുകയാണ്. യേശു ജനിക്കും മുൻപ് യേശുവിൻ്റെ ജനന വസ്തുത, പേര്, അവൻ എന്ത് ചെയ്യും, ആരായിത്തീരും ഇത്യാദി കാര്യങ്ങൾ ദൂതൻ അറിയിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ആ മറിയ ഇതൊക്കെയും അനേകരോട് പറഞ്ഞു കാണുമായിരിക്കാം. ജോസഫും ഇത് പലരോട് പങ്കിട്ട് കാണുമായിരിക്കാം. ജോസഫും മറിയവും ഇരിക്കുമ്പോൾ ഈ ജനിപ്പാനിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പ്ലാൻ അവർ നിരന്തരമായി സംഭാഷിച്ചുകൊണ്ടിരുന്നേക്കാം. എന്നാൽ മറുഭാഗത്ത് ഒരു യൂദായും ജനിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ യൂദ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുത്തതിന് കാരണം അവൻ്റെ അപ്പൻ ഒരു ബ്ലേഡ് പലിശക്കാരനായിരുന്നിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടിൽ എപ്പോഴും പണത്തെക്കുറിച്ചുള്ളതായ സംഭാഷണമാണ്. എത്ര രൂപ കിട്ടും, ഈ മാലയ്ക്ക് എത്ര രൂപ വാങ്ങാം, എത്ര രൂപ അവിടെ നിന്ന് പലിശ കിട്ടാനുണ്ട്, ഇത് എത്ര പലിശയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പലിശ എങ്ങനെ ഈടാക്കിയെടുക്കാം, ഇതൊക്കെയായിരിക്കും വീട്ടിലെ സംഭാഷണം. തീർച്ചയായും ആ സംഭാഷണം ജനിക്കുന്ന കുട്ടിയെയും ബാധിക്കുമെന്നതിന് ഒരു തർക്കമില്ല. അതുകൊണ്ടായിരിക്കും യൂദ ഒരു ദ്രവ്യാഗ്രഹിയായിട്ട് തീർന്നത്. മാതാപിതാക്കളുടെ പണാശിയും അവരുടെ സംഭാഷണവും യൂദയെ ഈ വിധത്തിൽ ക്രിസ്തുവിനെ കേവലം 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുന്ന ഒരു ദ്രോഹിയാക്കി മാറ്റി. ജനിക്കുന്നതിന് മുൻപ് തന്നെ ഉള്ള മാതാപിതാക്കന്മാരുടെ ചിന്തയും സംഭാഷണവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ജനിപ്പാനിരിക്കുന്ന കുട്ടിയെ ഉദരത്തിൽ വെച്ച് തന്നെ സ്വാധീനിക്കുന്നു. ഇത് ശാസ്ത്രവും ഈ കാര്യങ്ങൾ തെളിയിക്കുകയാണ്. കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വികാരം അനുഭവിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണിയായ ഒരു സ്ത്രീ ദോഷവിചാരങ്ങൾക്ക് വിധേയപ്പെടാതെ ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ദോഷവിചാരം: കോപം, ഭയം, ഉത്കണ്ഠ, മാനസികമായ പിരിമുറുക്കം, വിഷാദം. ഇതൊക്കെ ഉദരത്തിലുള്ളതായ കുഞ്ഞിനെ ബാധിക്കുകയും ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. ഒരു മാതാവ് വായിക്കുന്നതായ പുസ്തകം, കാണുന്നതായ ചിത്രം, ഇതിൻ്റെ എല്ലാം സ്വാധീനം ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് രക്ഷാകർത്തൃത്വം എന്നത് ജനിക്കും മുമ്പേ ആരംഭിക്കുന്നു. ഒരു മാതാവ് വിശിഷ്യ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് വികാരങ്ങളിൽ നിയന്ത്രണമുള്ളവരായി, ഞാൻ കാണുന്നതും കേൾക്കുന്നതും സംഭാഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കരുത് എന്ന നിലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരത്യാവശ്യമാണ്. കൊച്ചിയിൽ ഒരു സംഭവം ഉണ്ടായി. നിഷ്കളങ്കത മുറ്റു നിൽക്കുന്ന ഒരു പ്രായത്തിൽ ഒരു കുട്ടി മോശമായ പ്രകൃതം കാണിച്ചു തുടങ്ങി. എന്താണെന്ന് ഞാൻ തെളിച്ചു പറയുന്നില്ല. ഇത് മാതാപിതാക്കന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെ പെരുമാറുകയോ? വിദ്യാസമ്പന്നരായ ആ അമ്മയപ്പന്മാര് ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ചു. മുഖവരയായിട്ട് അദ്ദേഹം അമ്മയോട് എടുത്തടിച്ചുപോലെ ചോദിച്ച ചോദ്യം: ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു. പൂവെന്നായിരുന്നു മറുപടി. എന്നാൽ അതുതന്നെയാണ് ഈ കുട്ടിയെ ചെറുപ്രായത്തിൽ മോശമായ പ്രകൃതത്തിന് ഇടയാക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ അവര് ലജ്ജിച്ച് തലതാഴ്ത്തി. ഞങ്ങൾ തന്നെയാണല്ലോ ഈ കുട്ടിയുടെ സ്വഭാവ വൈകൃതത്തിന് കാരണക്കാരെന്ന് അവർ ബോധ്യപ്പെട്ട് പോകുന്നതിനിടയായി തീർന്നു. അമ്മയുടെ ദോഷവികാരങ്ങൾ തിന്മയ്ക്കായി കുഞ്ഞിനെ ബാധിക്കും. അതുപോലെ തന്നെ നന്മയായ വികാരങ്ങളും കുഞ്ഞിനെ ബാധിക്കും. നന്മയായ വികാരങ്ങൾ പറയുമ്പോൾ സന്തോഷം,
ചിരി, സമാധാനം, കുടുംബത്തിലെ അന്തരീക്ഷം, ഇതെല്ലാം ഗുണപരമായ ഫലം സൃഷ്ടിക്കും. ലൂക്കോസിന്റെ വിശേഷം 1-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. പശ്ചാത്തലം, മറിയയ്ക്കും ദൈവദൂതനാണ് അരുളപ്പാടുണ്ടായി, നിനക്കൊരു മകൻ ജനിക്കും. അതിനു മുൻപേ തന്നെ എലിസബത്തിന് ദൈവിക അരുളപ്പാടുണ്ടായി, അവൾക്കും വാർദ്ധക്യത്തിൽ മകൻ ജനിക്കുമെന്ന്. എലിസബത്ത് ഗർഭവതിയായിരിക്കുമ്പോൾ മറിയ എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നപാടെ മറിയ തുറന്ന ഹൃദയത്തോടെ എലിസബത്തിന് ഒരു വന്ദനം പറഞ്ഞു. അവൾ പറയുന്ന മറുപടി എന്താ? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. ശ്രദ്ധിച്ചാട്ടെ, ജനിക്കുമ്പോഴേ തന്നെ സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സന്തോഷം, ചിരി, വാക്കുകൾ, സമാധാനം, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ജനിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടിക്ക് പ്രാധാന്യമുണ്ട് എന്ന് ചുരുക്കം. ഇതിന് ഒരുപാട് വേദഭാഗങ്ങൾ, ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പറയാനുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ശിംശോൻ എന്ന ന്യായാധിപൻ ജനിക്കുന്നതിന് മുൻപ് ദൈവദൂതൻ അവളുടെ അമ്മയോടും അപ്പനോടും സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നു. ദൈവം മാനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എന്റെ അടുക്കൽ വന്നയാൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. ഉടനെ മനോഹ വന്ന് ദൂതനോട് ചോദിച്ചപ്പോൾ, എന്റെ ഭാര്യയ്ക്ക് മുമ്പേ പ്രത്യക്ഷനായി എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അറിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവൾ വീഞ്ഞും മദ്യവും തുടരുത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഒരു ദൈവത്തിന് നാസീറായിരിക്കുമെന്ന് അറിയിക്കുകയും, കുട്ടി ദൈവത്തിന് നാസീറായിരിക്കണമെങ്കിൽ അമ്മയും നാസീറായിരിക്കണമെന്ന ഒരു വ്യവസ്ഥ ദൈവം വയ്ക്കുന്നു. കുട്ടി ദൈവത്തിന് വ്രതസ്ഥനായിരിക്കണമെങ്കിൽ അവർ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതും തുടരുത്. ആ കുട്ടി അങ്ങനെ ജനിക്കണമെങ്കിൽ ആ അമ്മ ആ ഗർഭകാലത്ത് വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നോക്കുക, ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ ദൈവം കൊടുക്കുന്നതായ വ്യവസ്ഥകൾ. 14-ാമത്തെ വാക്യം, മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ജനിപ്പാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി. അപ്പോൾ 10 മാസം ഉദരത്തിൽ ചുമന്ന് പ്രസവിക്കുന്നതിനേക്കാൾ പ്രാധാന്യവും ക്ലേശപൂർണമായ ഉത്തരവാദിത്വമാണ് ജനിച്ച കുഞ്ഞിനെ പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് വളർത്തിയെടുക്കുക എന്ന്. ചിലർ ചോദിക്കും, വളർത്തിയില്ലെങ്കിൽ വളരുകയില്ല. തീർച്ചയായിട്ടും വളരും. ആരും വളർത്തിയില്ലെങ്കിലും വളരും. ഒരു പയർ ചെടിയുടെ വള്ളി നാം ശരിയായി പടർത്തിവിട്ടാൽ, അതിനെ കെട്ടിവെച്ച് കൊടുത്താൽ അതിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ഫലം ലഭ്യമാകും. ഇതാണ് മക്കളെ വളർത്തേണ്ടത് രീതികളുടെ ആവശ്യകത. ഏതാനും മാസങ്ങളിലെയോ വർഷങ്ങളിലെയോ ഒരു പ്രക്രിയയല്ല രക്ഷാകർത്തൃത്വം. പ്രസ്തുത ജീവകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു പരിശ്രമം. മക്കളെ വളർത്തി നല്ലവരാക്കണമെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഏത് മാതാപിതാക്കന്മാർക്കാണ് മക്കൾ മോശമാകണം ചിന്ത? ആർക്കുമില്ല. അവരെ നന്നായി വളർത്തണം, നനവിൽ എത്തിച്ചേരണം. പക്ഷെ നല്ല മാതാപിതാക്കന്മാരാകുവാൻ എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒരിക്കലുമല്ല. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നെങ്കിൽ ആ മക്കളെ ഏറ്റവും ഭംഗിയായി വളർത്താൻ ആവശ്യമായ കഴിവുകൾ ദൈവം നിങ്ങളിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചത വേദഭാഗങ്ങൾ അതിനടിവരയിടുന്നു. യോഹന്നാൻ, യേശു, ശിംശോന്, ശലോമോന്, ഇങ്ങനെ തിരുവെടുത്തുള്ളതായ അനവധി ഭക്തന്മാരെ നോക്കുമ്പോൾ അവർ ജനിക്കും മുമ്പേ അവരെക്കുറിച്ച് ദൈവം സംസാരിക്കുകയും അവരെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ എന്തോ ആ പ്ലാൻ പ്രകാരം വളർത്തണം നിർദ്ദേശിക്കുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അങ്ങനെ വളർത്താനുള്ള കഴിവ് ദൈവം അവർ അപ്പോൾ തന്നെ കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നിരിക്കുന്നെങ്കിൽ ആ മക്കളെ നന്നായി വളർത്തിയെടുക്കാൻ ആവശ്യമായ കഴിവുകൾ നിങ്ങൾ തന്നെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുവാൻ മാനസികമായി തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രം മതി. ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ആദ്യ അവകാശ രേഖയുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നതിനുണ്ട്. ഏതാണ് ഒരു കുട്ടിയുടെ ആദ്യ അവകാശ രേഖ? ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ്. ജനനം ഉടനെ രജിസ്റ്റർ ചെയ്യണം. ജനനസ്ഥലവും തീയതിയുമുള്ള ഏക നിയമാനുസൃതമായ രേഖയാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. സ്കൂൾ പ്രവേശനത്തിന്, പ്രായത്തെളിവിന്, റേഷൻ കാർഡിന്, പാസ്പോർട്ടിന്, വോട്ടർ കാർഡിന്, ഡ്രൈവിംഗ് ലൈസൻസിന്, ഇതിനെല്ലാം
ആവശ്യമായ ഒന്നാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ ജനനസ്ഥലവും പേരും ജനനത്തീയതിയുള്ള ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിവെക്കണം. സ്കൂളിൽ ചേർക്കുമ്പോൾ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ തന്നെയാണ് സ്കൂളിലെയും കൊടുത്തിരിക്കുന്ന വിവരങ്ങളെന്ന് ഉറപ്പുവരുത്തണം. തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിൽക്കാലത്ത് അത് പ്രയാസമായി തീരും. ഓരോ വീടും ഓരോ വിദ്യാലയമാണെന്ന് പറയാം. ഓരോ അപ്പനും അമ്മയും അധ്യാപകരും. ഈ ലോകത്തിലെ ഏത് ഉയർന്ന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപനത്തെക്കാൾ പരമപ്രധാനമായ ഒന്നാണ് ഒരു മാതാപിതാക്കന്മാർ ചെയ്യുന്നത്, മക്കളെ വളർത്തുക എന്നത്. യഥാർത്ഥ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ ഇന്നിവരിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാമാകുന്നു കുട്ടിയുടെ സിലബസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രക്ഷാകർതൃത്വം ഒരു ടീം വർക്കാണ്, ഒരാൾ മാത്രമായി ചെയ്യേണ്ടതോ ചെയ്യുന്നതോ അല്ല. ഈ കാലത്ത് കൂടുതലും അണുകുടുംബങ്ങൾ, അണുകുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, മക്കൾ എത്രയുള്ളൂ. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അവിടെ കുട്ടികൾ, അവിടെ അപ്പനമ്മ, അവരുടെ അപ്പനമ്മ, വല്യപ്പൻ, വല്യമ്മ, ചിലപ്പോൾ അവരുടെ മാവിമാർ, ഇങ്ങനെ പലരും ഉണ്ടാവും. ഇങ്ങനെ ഈ വിശാലമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ആ വിശാലമായ കുടുംബത്തിലെ പല പ്രായത്തിലും അനുഭവത്തിലും സ്വഭാവത്തിലുള്ള കഴിവുള്ള അംഗങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഈ പുതു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ബാധ്യസ്ഥരായ ഗ്രാൻഡ് പേരൻസ് അവരത് ഭംഗിയായി അവരുടെ ജോലി നിവർത്തിച്ചിരുന്നു. മുതിർന്ന ആളുകളിലൂടെ വളർന്ന കുട്ടികൾക്കറിയാം, വളരെ വേഗം അവർ ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് വളരും. ഈ പ്രായമുള്ള അപ്പന്മാർ, അമ്മമാർ യഥാസമയം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അവരെ അപ്പോഴപ്പോൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ നല്ല നിലയിൽ വളർന്നു വരികയാണ്. അങ്ങനെ അവരെ വളർത്താനുള്ളതായ സമയം അവർക്കുണ്ടായിരുന്നു. അതാണ് ഒരു പ്രത്യേകത. കൂടാതെ പക്വതയും അനുഭവ സമ്പത്തും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അണുകുടുംബം ഈ കാലങ്ങളിൽ യൗവനക്കാരായ മാതാപിതാക്കന്മാർക്ക് മക്കളെ വളർത്താൻ സമയമില്ല എന്നുള്ളത്. രണ്ടാമത് അവർക്ക് പക്വതയില്ല. അവർ പക്വത അനുഭവമുള്ളവരായി മാറുമ്പോഴേക്കും കുട്ടികൾ വളർന്നിരിക്കും. അത് പ്രയോഗിക്കാനുള്ളതായ അവസരവും കഴിഞ്ഞു പോകും. ഇവിടെയാണ് പേരന്റിംഗ് കൗൺസിലിങ്ങിന്റെ പ്രസക്തി എന്നത്. ജനിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതദശ ഇതിനെ പലതായിട്ട് തിരിക്കുക. 4-ാമത്തെ മാസം വരെ ഇൻഫന്റ്, നവജാത ശിശു എന്നാണ് പറയുക. 4-ാം മാസം മുതൽ 2 വയസ്സ് വരെ ബേബിഹുഡ്, ശിശുപ്രായം. 2 മുതൽ 12 വരെയുള്ളതായ കാലഘട്ടത്തെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയും. തുടർന്ന് കൗമാരപ്രായം, ഒരു യൗവനം, ഇങ്ങനെ പോകുന്ന മനുഷ്യന്റെ ജീവിതദശ. എന്നാൽ കുറഞ്ഞത് 12 വയസ്സ് വരെയെങ്കിലും മാതാപിതാക്കന്മാരോട് കൂടെ ഒരു കുട്ടി വളരണം. 5 വയസ്സ് വരെയെങ്കിലും വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിർഭാഗ്യകരമാണത്. 2 വയസ്സ് വരെ അമ്മയെങ്കിലും ഒരു കുട്ടിയോടുകൂടെ ഇല്ലെങ്കിൽ അത് ഏറ്റവും അപകടകരവുമാണ്. വേറെ ആരും അതിന് പകരമാകിയില്ല. അമ്മയ്ക്ക് പകരം വല്യമ്മയെ ഏൽപ്പിച്ചതോ, അപ്പന് പകരം നോക്കുവാനായിട്ട് ആ സഹോദരൻ ഉണ്ടായിരുന്നു, ഇന്നും അതിന് പകരമാകിയില്ല. അപ്പന് പകരം അപ്പനും അമ്മയ്ക്കും ഒരു അമ്മയും അതിന് പകരം ആരും വയ്ക്കാവതല്ല. അവരിൽ നിന്ന് ലഭിക്കുന്നതായ പരിശീലനവും സ്നേഹവും കരുതലും വേറെ ആരിൽ നിന്നും ലഭിക്കുകയുമില്ല. ഇങ്ങനെ മാതാപിതാക്കന്മാർ യഥാപ്രായത്തിൽ ലഭിക്കാതെ വിടരുന്നതായ കുട്ടികളിൽ അതിൻ്റെതായ സ്വഭാവ വൈകല്യം വളരെ ശക്തമായിട്ട് കാണപ്പെടും. മാതാപിതാക്കന്മാരോട് ഈ പ്രായത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതായ ആത്മബന്ധം, അതാണ് ജീവിതത്തിൻ്റെ ബലവത്തായ അടിത്തറ. ഒരു അമ്മയോടുകൂടെ ഒരു കുഞ്ഞ് വളരുമ്പോൾ, ഒരു അപ്പനോടുകൂടെ ഒരു കുഞ്ഞ് വളരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതായ ഒരു ആത്മബന്ധമുണ്ട് പിതാവിനോടും മാതാവിനോടും. അതാണ് ജീവകാലം മുഴുവനും ഉള്ള ഒരു നല്ല അടിത്തറ. ശൈശവത്തിൽ പാലൂട്ടാൻ, ചോറൂട്ടാൻ, താരാട്ട് പാടി ഉറക്കുവാൻ, ഉണർത്തുവാൻ, കുളിപ്പിക്കുവാൻ, ഉടുപ്പിക്കുവാൻ, കണ്ണുനീര് തുടയ്ക്കുവാൻ, ഉമ്മ വയ്ക്കുവാൻ സമയം ചെലവഴിക്കുന്ന ഒരമ്മയെ ഏത് കുട്ടിയാണോ മറക്കുക? റാഫ് എമേഴ്സൺ എന്നൊരു വ്യക്തി ഇങ്ങനെയാണ് പറയുന്നത്, അമ്മ വളർത്തിയത് എങ്ങനെയോ അങ്ങനെയാണ് ഓരോ മനുഷ്യനുമെന്ന്. അതുകൊണ്ട് അപ്പന് അതിൽ പങ്കില്ലെന്നല്ല, അമ്മയുടെ പ്രാധാന്യം, അമ്മയുടെ പരിപാലനം, സാമീപ്യം, സ്നേഹത്തിന്റെ ആവശ്യകതയിലേക്കാണ് പേരൂന്നുന്നത്. ഒരമ്മ വളർത്തിയത് എങ്ങനെയോ അതുപോലെ ഇരിക്കും ഏതോ ഒരു മനുഷ്യനും. നിർഭാഗ്യവശാൽ ഇന്ന് ആരെങ്കിലുമൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഉദ്യോഗത്തിന് പോകുന്നത് കൊണ്ട്, വിശേഷിച്ച് വിദേശത്ത് പോകുന്നതിനാൽ ഉണ്ടാകുന്ന നഷ്ടം അത് പിന്നീട് നികത്താൻ സാധ്യമല്ല. നിങ്ങളുടെ കുട്ടികളെ
നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലും പരിപാലനത്തിലുമാണ് വളർത്തേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു പൂർണ്ണ വ്യക്തിത്വം കൈവരികയുള്ളൂ. ഉദ്യോഗവും ബിസിനസ് മൂലം സമയമില്ല എന്ന് പലരും പറയാറുണ്ട്. വേറെ എന്തിനെല്ലാം സമയം ഇല്ലാതെ പോയാലും മക്കളെ വളർത്തുവാൻ, അവരോടുകൂടെ ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെ വളർത്തുവാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവർക്കെന്നവണ്ണം നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ ഒടുവിൽ വ്യർത്ഥമായി തീരും. അയ്യോ, എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദിച്ചത് വ്യർത്ഥമായി തീർന്നല്ലോ എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും. 2 വയസ്സ് വരെ ഭക്ഷണം, വിസർജനം, ഉറക്കം ഇത്യാദി ദിനചര്യകൾ ചിട്ടപ്പെടുത്തി ശീലിപ്പിക്കാൻ കഴിയും. 2 വയസ്സ് മുതൽ 6-8 വയസ്സ് വരെയാണ് വളരെ പ്രധാനപ്പെട്ടതായ കാലഘട്ടം. ഈ പ്രായത്തിൽ മടിയിലിരുത്തുവാൻ, കൂടെ വിനോദിക്കുവാൻ, കൈപിടിക്കുവാൻ, കൂടെ കൊണ്ടു നടക്കുവാൻ, അറിവ് പകർന്നു കൊടുക്കുവാൻ സമയം കണ്ടെത്തുന്ന ഒരപ്പനെ കുട്ടി ഒരിക്കലും മറക്കുകയും 12 വയസ്സിന് രൂപം കൊള്ളുന്ന വ്യക്തിത്വമാണ് ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ മികവ് അതിന്റെ സോഫ്റ്റ്വെയർ. ഇതുപോലെ ഒരു വീടിനും പ്രധാനം അതിന്റെ ആദ്യം എടുക്കുന്നതായ ബ്ലൂ പ്രിന്റ്. ഈ കുട്ടിപ്രായത്തിൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന, സൃഷ്ടിക്കപ്പെടുന്ന, ഉരുവാക്കപ്പെടുന്ന വ്യക്തിത്വം, അതാണ് മുഴു ജീവിതത്തിന്റെയും ബ്ലൂ പ്രിന്റ്. സ്വഭാവം, ശീലം, ബന്ധങ്ങൾ, ആരോഗ്യ, സമ്പത്ത്, തൊഴില്, ഇവയിലെല്ലാം ജീവകാലം മുഴുവനും ഇത് സ്വാധീനം ചെലുത്തും. മനുഷ്യൻ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്നിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. ഉയർന്നുന്നത് പദവിയിലെത്തുമെങ്കിലും സ്വഭാവത്തിൽ വലിയ മാറ്റമില്ല. അതിന് കാരണം ചെറുപ്രായത്തിൽ അവരെ ശരിയായ വ്യക്തിത്വത്തിലേക്ക് വളർത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ വളർന്നില്ല എന്ന്. ഈ വ്യക്തിത്വം രൂപം കൊള്ളുന്നതിൽ മറ്റുള്ളവർക്കും സ്വാധീനമുണ്ട്, സാഹചര്യങ്ങൾക്കും സ്വാധീനമുണ്ട്. ഒരു ഗണ്യമായ പങ്കാണ്. ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ കാണുന്നതും കേൾക്കുന്നതെല്ലാം അതേപടി അനുകരിക്കും. കൊച്ചുപ്രായത്തിൽ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കുറഞ്ഞത് 2 വയസ്സ് വരെ നിരീക്ഷണ പാഠവും വളരെ കൂടുതൽ അത് കഴിഞ്ഞുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം 3-4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വളരെ സൂക്ഷ്മമായി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും. ഒരിക്കൽ രസകരമായൊരു സംഭവം. പട്ടാളത്തിൽ ജോലിയുള്ളതായ യുവനക്കാരൻ ലീവെടുത്ത് വീട്ടിൽ വന്നു. ഭാര്യ, ഒരു ചെറിയ കുട്ടി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അറിയിപ്പ് വന്നു, ലീവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, യുദ്ധം തുടങ്ങി, പെട്ടെന്ന് തിരിച്ചു ചെല്ലണമെന്ന്. ഈ യൗവനക്കാരൻ പോകാനായിട്ട് എല്ലാം റെഡിയായി. പോകാൻ നേരത്ത് ഭാര്യയെ വിളിച്ച് ആ യാത്ര പറഞ്ഞു, ഞാൻ പോകട്ടെ, യുദ്ധരംഗത്തേക്കല്ലേ പോകുന്നത്, ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ, ജീവിക്കാം മരിക്കാം എന്ന് സംഭവിക്കാം, പക്ഷേ ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോളണം, മോനെ നീ പൊന്നുപോലെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഇത് കണ്ടുവന്നതായ കുട്ടി, ഇതെല്ലാം കേട്ടുന്നത് ആ കുട്ടി പിറ്റേ ദിവസം രാവിലെ അവൻ LKG പോകുകയാണ്. പോകാൻ നേരത്ത് അമ്മയോട് പറഞ്ഞു, മമ്മി ഞാൻ പോകുക, ഞാൻ വന്നില്ലെങ്കിൽ മമ്മി വേറെ കല്യാണം കഴിക്കണം. അർത്ഥമെന്ന് പറഞ്ഞുകൂടാ, തലേ ദിവസം പപ്പ എന്ത് കാണിച്ചു, എന്ത് പറഞ്ഞു, പിറ്റേ ദിവസം അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ നാം മാതൃകയായി കുട്ടികളുടെ മുൻപാകെ ആയിരിക്കേണ്ട ആവശ്യകതയാണ് തുറന്നു കാണിക്കുന്നത്. നമ്മുടെ ഓരോ നീക്കവും, ഓരോ വാക്കും, ഓരോ പെരുമാറ്റവും, നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ്, നാം കൊടുക്കുന്നത്, വാങ്ങിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് ഒരു പൂർണ്ണ മാതൃകയായി തീരുകയാണ്. മാതാപിതാക്കളുടെ മാതൃക കുറിച്ച്, ആവശ്യതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഒരു 10 തവണ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഒരു തവണ അത് മാതൃകയായി കാട്ടുന്നതാണ് ഫലപ്രദമാകുന്നത്. ഒരപ്പൻ മകന് പുരുഷ മാതൃകയാണ്, ഒരമ്മ മകൾക്ക് ഒരു സ്ത്രീ മാതൃകയാണ്. നിങ്ങളെയാണ് മക്കൾ സകലത്തിനും മാതൃകയാക്കുന്നത്. ഈ ഓർമ്മ എപ്പോഴും മാതാപിതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരിക്കണം. ചിലർ വിചാരിക്കുന്ന പിള്ളേരല്ലേ, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ആ ചിന്തയാണ് മഹാബദ്ധം. വിശേഷിച്ച് ആ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരു ഡ്യുവൽ മൈൻഡാണ്. ഒരേ സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് ഭയങ്കര കഴിവാണ്. വീട്ടിൽ ആരെങ്കിലും വന്നെന്നിരിക്കട്ടെ, നിങ്ങളുടെ 2 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക, കളിപ്പാട്ടത്തിന് പിടിക്കുന്നു, വലിക്കുന്നു, ഒന്തുന്നു, തള്ളുന്നു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നയാളുമായി സംഭാഷണം ഏർപ്പെടുന്നു. കുട്ടി കേൾക്കേണ്ടതല്ലാത്തൊരു വിഷയം നിങ്ങൾ സംസാരിക്കുക. നിങ്ങളോ അവിടെ ഭയങ്കര പിടിയും വലിയും ആ ഉന്തും തള്ളും ഒക്കെ നടക്കുകയല്ലേ, അതൊക്കെ നടന്നാലും ചെവി ഇവിടെ കറക്റ്റായിരിക്കും. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെട്ടാലും നിങ്ങൾ പറഞ്ഞത് അത്രയും തത്ത പറയുന്നതിനോട് ചോദിച്ചാൽ പറയും. ഇതാണ് കുട്ടികളുടെ ശ്രദ്ധ എന്നത്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മുതിർന്നവരെക്കാൾ ശ്രദ്ധ കുട്ടികൾക്കാണ്. മുതിർന്നവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കയറി പറഞ്ഞുകൊണ്ടിരിക്കും. പ്രസംഗം കേട്ടുവരുന്നാലും
കൗൺസിലിംഗ് നടന്നുകൊണ്ടിരുന്നാലും ഒക്കെ ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചു, നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം വരാതിരിക്കണമെങ്കിൽ കർത്താവേ എന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പതിവ്. അതുപോലെ നിങ്ങൾ ആ ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഡ്രൈവർ വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ, ദൈവമേ നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാൻ ആ സുഖവും ബലവും കൃപയും ആ മനഃചിത്തത എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം കയറിയിരിക്കുവാൻ. ഞാൻ വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു വാർത്ത കേട്ടു. 1ാം ക്ലാസ്സിലും LKG പഠിക്കുന്ന 2 മക്കൾ, 2 ആൺമക്കളാണ്. ആ ഇളയ കുട്ടി പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചത്, കർത്താവേ ഡ്രൈവറെ സൂക്ഷിക്കണേ, കിളിയെ സൂക്ഷിക്കണം. മമ്മി ചോദിച്ചു, അതെന്തിനാടാ കിളി? അത് കിളിയല്ലേ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതും വണ്ടിയെ പിടിച്ച് കയറ്റുന്നതും ബാഗ് കെടുത്തു തരുന്നത്. ഞാൻ കിളിയുടെ കാര്യമൊന്നും പ്രസംഗിച്ചില്ല, ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിനെ പറഞ്ഞുള്ളൂ. എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ LKGയിലെ കുട്ടി കിളിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വിചാരമുണ്ടോ ഇത്രയധികം കുട്ടികൾ ശ്രദ്ധിക്കുമെന്നും ഒരു കാര്യത്തെ അനുകരിക്കാൻ ശ്രമിക്കുമെന്നും? അതുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നുവോ അതുപോലെ തന്നെ നാം ആയിരിക്കുക. വേറെ ഒരു വഴിയുമില്ല. അവരെങ്ങനെയായിരിക്കണമെന്ന് മനസ്സിൽ ചിന്തയുണ്ടോ അതുപോലെ നമ്മൾ ആയിത്തീരുമ്പോൾ അവിടെ മുൻപാകെ കാണപ്പെടുമെങ്കിൽ തീർച്ചയായും ഇതുപോലെ ആയിത്തീരും. കേവലം ഉപദേശമല്ല അവിടെ ആവശ്യമായിരിക്കുന്നത്. ഹെറിഡിറ്റി, അതായത് മാതാപിതാക്കളുടെ സ്വഭാവം സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രക്രിയയാണത്. ഇതിനെ വംശപാരമ്പര്യം എന്ന് പറയും. പലപ്പോഴും ഇതിനെക്കുറിച്ച് ഉള്ളതായ ചിന്ത പലരും ഉണ്ടാവില്ല. ഒരു പിതാവിന്റെ സ്വഭാവം എന്തോ അത് മക്കളിലേക്ക് അവരുടെ മക്കളിലേക്ക് തന്നെ പകർന്നുകൊണ്ടേയിരിക്കും. മാതാവിന്റെ സ്വഭാവവും പെരുമാറ്റം എന്തോ അത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയിൽ 2 പേരെ കുറിച്ച് പഠനം നടത്തുകയുണ്ടായി. ഒരാളുടെ പേര് പ്രോയൂക്ക് എന്ന്. അദ്ദേഹം പല ദോഷങ്ങൾക്കും മദ്യപാനത്തിനും ഒക്കെ അടിമയായി അക്രമം അടിപിടിയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ 7 തലമുറയുടെ പഠനം നടത്തി. ഈ മനുഷ്യന്റെ 7 തലമുറയ്ക്കുള്ളിൽ ഉണ്ടായ ആ മക്കളുടെ സ്വഭാവം, മുഴുക്കുടിയന്മാർ 145 പേര്, അകാല ചർമ്മം അടഞ്ഞവർ 300 പേര്, ദുർനടപ്പുകാർ 90, തന്റെ മക്കളിൽ കൊള്ളക്കാർ 102, 7 തലമുറയ്ക്കുള്ളിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയവർ 10 പേര്, ജയിൽ പുള്ളികൾ 82 പേര്, കയ്യിരിപ്പുകൊണ്ട് മറ്റുള്ളവരാൽ കൊല്ലപ്പെട്ടവർ എണ്ണം 300. ഒരു മനുഷ്യൻ ദുശീലങ്ങളിൽ അടിമപ്പെട്ട് ജീവിച്ചപ്പോൾ കേവലം 7 തലമുറയുണ്ടായ പ്രകടനമാണിത്. മറുഭാഗത്ത് ഒരു നീതിമാനായ മനുഷ്യനെക്കുറിച്ച് പഠനം നടന്നു. ജോനഥൻ എന്നാണ് പേര്. നീതിമാനായ രക്ഷിക്കപ്പെട്ട ഭക്തനായ ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. തൻ്റെ 7 തലമുറയ്ക്കുള്ളിൽ 102 ഗ്രന്ഥകാരന്മാരുണ്ടായി, 3 പേര് പ്രൊഫസർമാർ, 60 അഭിഭാഷകർ, 30 ജഡ്ജിമാർ, സെനറ്റ് അംഗങ്ങളായി 112 പേര്, 7 പേര് സിറ്റി മേയർമാരായി മാറി, 2 പേര് USA വൈസ് പ്രസിഡന്റുമാരായി മാറി. എല്ലാറ്റിനുപരി ആ തലമുറയും 100 പേര് സുവിശേഷകന്മാരായി. അപ്പോൾ ഒരാൾ നീതിമാനായി ജീവിക്കുമ്പോൾ അതും അടുത്ത തലമുറയെ സ്വാധീനിക്കുന്നു. ഒരാൾ നീതിമാൻ അല്ലാതെ ജീവിച്ചാലും തലമുറയെ സ്വാധീനിക്കുന്നു. അതായത് വംശ പാരമ്പര്യം ഇത് മുഖ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആ പാരമ്പര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുന്നു എന്ന് മനസ്സിലാക്കി നമ്മളിലാണ് മാറ്റം വരേണ്ടത്. ഇതുപോലെ ഇത് ഞാനിപ്പോൾ അപ്പന്റെ പാരമ്പര്യമാണല്ലോ പറഞ്ഞത്, അമ്മയുടെ പാരമ്പര്യത്തെക്കുറിച്ചും പറയാനുണ്ട്. ചരിത്രം നോക്കിയാൽ നീറോ ചക്രവർത്തിയെ പോലെ ക്രൂരനായ ഒരു മനുഷ്യനെ അധികം പേരെ കാണാൻ കഴിയുകയില്ല. അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കിയ, അകാരണമായി കൊന്നൊടുക്കിയ ഒരു വ്യക്തിയായിരുന്നു പോലും. അങ്ങനെയുള്ളതായ ഒരു ദുഷ്ടനായ മനുഷ്യന്റെ അമ്മ ഒരു കൊലപാതകയായിരുന്നു. ചുമ്മാതല്ല, നീറോ ഇങ്ങനെ സ്വഭാവക്കാരനായിരുന്നു. ബൈറൺ പ്രഭു താനും ആ ചരിത്രത്തിലെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ്. തൻ്റെ അമ്മ അഹങ്കാരിയും വഴക്കാളിയുമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് മാന്യനും ഭക്തനുമായി ജീവിച്ച ഒരു വ്യക്തിയാണ് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നതായ പ്രസിഡന്റ്. തൻ്റെ അമ്മ ദൈവഭയമുള്ള ഒരു വിശുദ്ധ സ്ത്രീയായി. നിങ്ങൾ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സാധു സുന്ദർ സിംഗ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: മതം എന്നെ ഒരു ഭക്തനാക്കി, അമ്മ എന്നെ സാധുവാക്കി, അല്ലെങ്കിൽ എന്നെ ഒരു സന്യാസിയാക്കി. താൻ വളർന്നു വന്നതായ മതത്തിന് ചുറ്റുപാട് തന്നെ ഒരു ഭക്തനായി വളരാനിടയാക്കി. പക്ഷേ അമ്മയുടെ വാക്കും സ്വാധീനവും സ്നേഹവുമാണ് തന്നെ ഒരു സന്യാസിയാക്കി തീർത്തത്. ഒരു സന്യാസി
സർവസംഘ പരിത്യാഗി, ലോകത്തിലെ എല്ലാവിധ സുഖങ്ങളെയും ത്യജിച്ച് ഒരു സന്യാസിയാക്കി മാറ്റിയത് എന്നെ അമ്മയാണെന്ന് പറയും. താൻ ഒരു വാക്കൂടെ കടന്നു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയുമെന്ന്. ശ്രദ്ധിച്ചാട്ടെ, അത്രമാത്രം ആത്മബന്ധം സുന്ദർ സിംഗിന് തൻ്റെ അമ്മയോടുണ്ടായിരുന്നു. അപ്പോൾ മകന് വേണ്ടി ഒരപ്പന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ മകൻ്റെ അമ്മയെ സ്നേഹിക്കുക എന്നതാണ്. ഒരു മകൾക്ക് വേണ്ടി അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അവളുടെ അപ്പനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. മക്കൾ കണ്ട് മനസ്സിലാക്കത്തക്കവണ്ണം മാതാപിതാക്കളുടെ പരസ്പര സ്നേഹം, അന്യോന്യമുള്ളതായ കരുതൽ, ഐക്യത, ആശയവിനിമയം ഇവ മുഖ്യ ഘടകമാണ്. അഥവാ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉള്ളതായ ആശയവിനിമയം മക്കൾ കാണുക പറയുന്നു. നിങ്ങൾ നമ്മളതായ സ്നേഹം, അന്യോന്യം കരുതുന്നത്, ഇതെല്ലാം മക്കൾ കാണുക ചെയ്യണം. എന്തിനു വേണ്ടിയാ? അതെല്ലാം അവരെ സ്വാധീനിക്കുന്നതാണ്, സ്വാധീനിക്കാൻ വേണ്ടി തന്നെ. ഭാര്യാഭർത്താക്കന്മാരുടെ വഴക്കും കിയാങ്കളിയും മക്കളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. എന്നും വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്കും ഒന്നും തള്ളും അടിയും പിടിയുമാണെന്ന് വരികിൽ ആ മക്കളുടെ സ്വഭാവം വളരെ മോശമായി പോകും. ഒടുവിൽ വഴക്കുണ്ടാക്കുന്നതായ, കാരണം വെക്കുന്നതായ സ്ത്രീയെ വെറുക്കുന്ന ഒരു സ്വഭാവം ആൺമകനുണ്ടാവും. അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നതായ ഒരു പുരുഷനെ വെറുക്കുന്നൊരു സ്വഭാവം മകളിലും ഉണ്ടാവും. അനേകരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിനോട് വെറുപ്പാണ്. കാരണം വീട്ടിലെ അന്തരീക്ഷമായിരിക്കും. ചിലർക്ക് ഭാര്യയെ വെറുപ്പാണ്, വിവാഹം നടന്നതൊക്കെ കാര്യമാണ്, പക്ഷേ സ്ത്രീ വിരോധം, വുമൺ ഹേറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയും. അതിന് കാരണം കുടുംബത്തിലുള്ള സമാധാനമില്ലാത്ത അന്തരീക്ഷം. അപ്പോൾ മക്കളുടെ ഭാവി ജീവിതത്തെ, കുടുംബജീവിതത്തെ തകർക്കുമാറുള്ള സ്വഭാവം മാതാപിതാക്കന്മാരിൽ നിന്ന് കാണുവാൻ അവർക്ക് ഇടയാകരുത്. അവര് വിവാഹ ജീവിതത്തെ ഭയത്തോടും സംശയത്തോടും കൂടെ അവജ്ഞയോടും കൂടെ കാണുന്നവരായിത്തീരും. മാതാപിതാക്കന്മാരുടെ ഐക്യമില്ലായ്മ നിമിത്തം കുടുംബജീവിതം തന്നെ വെറുത്ത് വളർന്നു വന്നിട്ട് ജീവകാലത്തേക്ക് കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരും. ആ സേസി തോമസിന്റെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. താനും അവിവാഹിതനായി ശുശ്രൂഷ ചെയ്ത് അവസാനിച്ച വ്യക്തിയാണ്. എന്നാൽ ഇങ്ങനെ പെന്തക്കോസ്തിലാകും മുൻപ്, ഈ പ്രതിഷ്ഠയൊന്നും കേൾക്കും മുമ്പ് തന്നെ തനിക്ക് കുടുംബജീവിതം വേണ്ടാൻ തീരുമാനിച്ചു. താൻ ഒരിക്കൽ സ്ത്രീലിംഗ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വിവാഹം കഴിക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അപ്പോൾ രാത്രി ദൈവം ചോദിച്ചു, നീ വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് വിവാഹത്തിൽ ഒരുങ്ങുന്നു? ഇതങ്ങ് ചിന്തിച്ചു, ഞാനങ്ങനെ ദൈവത്തോട് വിവാഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് അതിനെ മനസ്സിലേക്ക് ദൈവം ഓർപ്പിച്ചത്, തൻ്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. തൻ്റെ ജ്യേഷ്ഠന്മാർ പലരും വീട്ടിലുള്ള അവന് ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. മിക്കവാറും ചേട്ടത്തി അനിയത്തിമാരും എപ്പോഴും വഴക്കാണ്. മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയും ഇളയ ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ തമ്മിൽ വഴക്കാണ്. മിക്കവാറും വഴക്ക് കേട്ട് ഒരു ദിവസം നാം പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തോടെ ഉടമ്പടിയൊന്നും അല്ല, പക്ഷേ താൻ മുതിർന്നവനായി വിവാഹം കഴിക്കാൻ നേരം ദൈവം ഓർപ്പിച്ച്, നീ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഈ പ്രതിഷ്ഠാ ജീവൻ നൽകി വെളിപ്പെടുകയും താൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനായി ശുശ്രൂഷയ്ക്ക് വരികയും ചെയ്യുവാനിടയായി. ചുരുക്കത്തിൽ കുടുംബത്തിലെ അന്തരീക്ഷം സമാധാനപൂർണ്ണമല്ലെങ്കിൽ മക്കൾ കുടുംബജീവിതത്തെ തന്നെ വെറുക്കുന്നവരായിട്ട് മാറും. അഥവാ ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടെന്നിരിക്കട്ടെ, പൊരുത്തക്കേടുകൾ വരാം. രണ്ട് കുടുംബത്തിൽ ജനിച്ച് വളർന്നതല്ലേ, ഒരാളുടെ സ്വഭാവം എല്ലാം ഒരാൾക്ക് പിടിക്കണമെന്നില്ല, അടുത്തൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും മക്കളുടെ മുൻപാകെ പ്രതികാരം ചെയ്യാനും പകരം വീട്ടാനും ഒന്നും ശ്രമിക്കരുത്. അത് മക്കളുടെ ഭാവിയെ തട്ടി തകർപ്പണമാക്കുന്നതിനിടയായി തീരും. നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെ കരുതിയെങ്കിലും നിങ്ങൾ മറച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച് മതിയാകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതം അവർക്കൊരു പ്രേരകമായി, ഒരു നല്ല കുടുംബജീവിതത്തെ സ്വപ്നം കാണുവാൻ പ്രേരകമായിട്ട് തീരണം. മക്കൾക്ക് സമയം കൊടുക്കുക. മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന വിലപ്പെട്ട സമ്മാനം അവരോടുകൂടെ ചെലവഴിക്കുന്നതായ സമയം. കളിപ്പാട്ടം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, വാച്ച് കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, സ്മാർട്ട് ഫോൺ കൊടുക്കാം. ഇതൊന്നും നിങ്ങൾ അവരോട് കൂടെ ചെലവഴിക്കുന്ന സമയത്തിന് പകരമാകുകയില്ല. യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? തന്റെ കുഞ്ഞ്, താൻ പ്രസവിച്ച കുഞ്ഞ് എന്നുള്ളതായ ആ ഒരു ബന്ധം ഒരമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അമ്മ ജോലിക്ക് പോകുവാനായി ഒരു കുഞ്ഞിനെ വിട്ട് യാത്രയാകുമ്പോൾ
ആ കുരുന്ന ഹൃദയം വിങ്ങിപ്പൊട്ടും. അത് അവഗണിക്കാൻ പാടില്ല. അങ്ങനെ ചെറുപ്രായത്തിലെ ജോലിക്കും മറ്റുമായി കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് അമ്മമാർ പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി പിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് സമയം ചെലവഴിക്കാൻ ഇല്ലാതെ പോകുമ്പോൾ അവർ വിഷാദ രോഗത്തിന് അടിമപ്പെടും. പിൽക്കാലത്ത് കൗമാരത്തിലും അതിനു മുൻപ് തന്നെ അവർ സ്വഭാവ വൈകൃതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങും. അങ്ങനെ ചെറുപ്രായത്തിൽ ഏതെങ്കിലും കാരണവശാൽ മക്കളോടുകൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരികിൽ അത് നികത്താവതല്ല. എങ്കിലും പിന്നീടെങ്കിലും നിങ്ങൾ അതിനേറ്റവണ്ണം അവർക്ക് സ്നേഹം അധികമായി കൊടുത്താൽ ഒരുപക്ഷെ പരിഹരിച്ചെടുക്കാം എന്ന് മാത്രം. സ്നേഹിക്കപ്പെടുവാൻ കൊതിക്കുന്ന പ്രായത്തിൽ മക്കളോടുകൂടെ പരമാവധി സമയം ചെലവഴിക്കണം. മക്കളെ കാണുമ്പോൾ അവരുടെ ലോകത്തിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊരു സമൂഹത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി, താൻ IAS ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് കനത്ത ഭരണഭാരം വഹിച്ചിട്ടുള്ളവന്. താൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ കട്ടളയ്ക്കുള്ളിൽ കടന്നാൽ എൻ്റെ ഓഫീസും എല്ലാം ഞാൻ വിട്ടിട്ടാണ് കിടക്കുന്നത്. അഥവാ എൻ്റെ വീട്ടിനകത്ത് കടന്ന് ഞാൻ തികച്ച ഒരു പിതാവാണ്. ഇത് ചിലർക്ക് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരാണെന്ന് വരികിൽ വീട്ടിൽ വന്നാലും വീട്ടിൽ ഒരു പോലീസാണ്. വ്യാപാരികൾ വീട്ടിൽ വന്നാൽ അവരും വ്യാപാരികളാണ്. രാഷ്ട്രീയക്കാർ വീട്ടിൽ വന്നാലും രാഷ്ട്രീയക്കാരാണ്. അവർക്ക് വീട്ടിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും ഭരണ കാര്യങ്ങളൊക്കെ സംസാരിക്കാനേ സമയമുള്ളൂ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഇതുകൊണ്ടെന്ത് പ്രയോജനമുള്ളൂ? നിങ്ങൾ ഏത് ഉദ്യോഗം നോക്കിയാലും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും വീട്ടിനകത്ത് തികച്ചും 100% ഒരു പിതാവായിരിക്കണം, ഒരു മാതാവായിരിക്കണം. നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടേതായ ലോകത്തിൽ തന്നെ ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ അവരോടൊപ്പം ഒരു കുട്ടിക്ക് സമാനമാകണമെന്ന് ചുരുക്കം. സ്കൂളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവരുടെ ക്ലാസ് ഏതാണ്, ഡിവിഷൻ ഏതാണ്, അവരുടെ ക്ലാസ് ടീച്ചറുടെ പേരെന്താണ്, അവരുടെ കൂട്ടുകാരുടെ പേരെന്തൊക്കെയാണ്, ഇതെല്ലാം മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം. കൂടാതെ അവർ സ്കൂൾ വിട്ട് വന്ന് സ്കൂളിലെ വിശേഷങ്ങൾ ഒക്കെ വിവരിക്കുന്നത് നിങ്ങൾ സാഗൂതം കേട്ടിരിക്കണം. ഇതിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടെ അങ്ങോട്ട് ചോദ്യമൊക്കെ ചോദിച്ച വിശദാംശങ്ങൾ ഒന്ന് ചോദിക്കാമെങ്കിൽ, അങ്ങനെ ചോദിച്ചവരെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ വലിയ സന്തോഷമാണ്. അവര് സ്കൂളിൽ നിന്നോ വെളിയിലോ പോയിട്ട് വന്ന ഏതെങ്കിലും കാര്യമോ ഇതൊക്കെ എന്ത് സില്ലി മാറ്റിയേഷൻ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ അവരിൽ നിന്ന് ലഭിക്കേണ്ടതായ സ്നേഹവും ബന്ധവും നമുക്ക് ലഭിക്കുകയില്ല. അവരിൽ നിന്ന് കേൾക്കുവാൻ ആശയോടെ ജിജ്ഞാസയോടെ ഇരിക്കുകയായിരുന്നു എന്നൊരു തോന്നൽ ഉളവാകണം നിങ്ങളുടെ ആ പ്രതികരണവും സ്വീകരണവും കണ്ടാൽ. എങ്കിൽ മാത്രമേ ഒരമ്മയ്ക്കും അപ്പനും മക്കളുമായുള്ളതായ ബന്ധം ദൃഢമാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആൺപെൺ വ്യത്യാസം ചില കുടുംബങ്ങളിൽ അതങ്ങനെയുണ്ട്, ദൈവത്തിന് അങ്ങനെയില്ല. യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒന്നിനെ തോളിലും ഒന്നിനെ മാർവിലും, ആണായാലും പെണ്ണായാലും, അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും, പുത്രന്മാരെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിലെടുത്തും. ദൈവത്തിന്റെ ദൂതിന്റെ ആ പ്രയോഗം നോക്കുക. അല്ലാതെ പുത്രന്മാർ മാർവിൽ അണച്ചും പുത്രിയെ വഴി കൂടെ വലിച്ചുകൊണ്ട് പോയെന്നല്ല. പുത്രനെയും പുത്രിയെയും ഒന്നുപോലെ തോളിലും മാർവിലും വഹിക്കുക. ദൈവത്തിന് ആൺപെൺ വ്യത്യാസമില്ല. പുതിയ നിയമത്തിനും കാണുന്നില്ലേ, ക്രിസ്തുവിൽ ഒന്നാകുന്നു, ആണെന്നും പെണ്ണെന്നുമില്ല, യഹൂദനും യവനൊന്നുമില്ല. അങ്ങനെ വരികിൽ മാതാപിതാക്കന്മാർക്കും അതേ മനോഭാവം ഉണ്ടാവണം. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരും, കൃപകൾ പകരും. അവിടെയും ആൺപെൺ വ്യത്യാസമില്ല. 17-18 എന്ന വാക്യങ്ങൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാൻ ആത്മാവിനെ പകരും. ഞാൻ പുത്രനും പ്രവചനം കൊടുക്കും, പുത്രിക്കും പ്രവചനം കൊടുക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അടുത്തത്, എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എന്റെ ദാസന്മാർക്കും ഞാൻ ആത്മാവിനെ പോകുന്ന പോലെ ദാസിമാർക്കും കൊടുക്കും. അനുഗ്രഹം കൊടുക്കുന്നതിൽ, കൃപകൾ കൊടുക്കുന്നതിൽ ഒന്നും ദൈവത്തിന് ആൺപെൺ വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ മാതാപിതാക്കന്മാരും മക്കളെ ആൺപെൺ വ്യത്യാസം വരുത്തരുത്. ആൺമക്കളോട് കാണിക്കുന്ന സോഫ്റ്റ്നെസ് ചിലർ പെൺമക്കളോട് കാണിക്കത്തില്ല. തിരിച്ചുള്ളവരുണ്ട്. പെൺമക്കളോടാണ് സ്നേഹം, ആ മക്കളെ അത്ര ഗമിക്കാത്ത ആളുകളും അങ്ങനെയുള്ളവരും എനിക്കറിയാം. ആൺകുട്ടി ചെയ്ത തെറ്റിന് പെൺകുട്ടിയെ ശിക്ഷിക്കുന്നതോടെ ഒരു പ്രവണതയുണ്ട്. ഇങ്ങനെയുള്ളതായ വിവേചനം, ആൺപെൺ വ്യത്യാസം വളരെ
കനത്ത ആഘാതമാണ് മക്കളുടെ ഹൃദയത്തെ സൃഷ്ടിക്കുന്നത്. ആണിനെയാണ് പ്രതീക്ഷിച്ച് ജനിച്ചത് പെണ്ണായി പോയെന്നും കൂടെ തുറന്നു പറയും ചിലർക്ക് മടിയില്ല. എന്ത് ചെയ്യാനാ? രണ്ടാമത്തതും മൂന്നാമത്തതും ഒരു ആണായിരിക്കും വിചാരിച്ചു, മൂന്നാമത് ജനിച്ചതും പെണ്ണായി. ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുട്ടി നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? ആ കുട്ടിയുടെ ഹൃദയത്തിൽ വരുന്ന വേദനയും അപകർഷതാബോധവും എത്ര വലുതായിരിക്കും? തുല്യ പ്രാധാന്യവും സ്നേഹവും കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തണം. പെൺകുട്ടിയുടെ ജനനം ഒഴിവാക്കുന്ന പാതകം ഇന്നും ഈ ആധുനിക കാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ വേണ്ട പോലും. ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജനിക്കും മുൻപ് കൊല്ലപ്പെട്ട പെൺശിശുക്കളുടെ എണ്ണം 1 കോടിയാണ്. 20 വർഷത്തിനുള്ളിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞ 1 കോടി ഭ്രൂണഹത്യ നടത്തിയിട്ടുണ്ടെന്ന്. എത്രയോ ശ്രേഷ്ഠ വനിതകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, പണ്ഡിറ്റ് രമാഭായി, കിരൺ ബേദി, ഇങ്ങനെയുള്ളതായ ഭാരതത്തിലെ വീരാംഗനമാരായ സ്ത്രീകളെ നമുക്കറിയാം. ഈ കൊല്ലപ്പെട്ട കുട്ടികൾ ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ടായിരുന്നിരിക്കും. അതാരും ചിന്തിക്കുന്നില്ല. ഇതാണ് ഇന്നും ആധുനിക ലോകത്തിലും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശാപം. നമുക്കങ്ങനെ അരുത്. ആൺപൺ വ്യത്യാസം അരുത്. മൂത്ത മക്കളെ ഇളയ മക്കളെന്ന വ്യത്യാസം അരുത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യാക്കോബൻ അങ്ങനെ ഒരു തെറ്റുപറ്റിയതായി കാണുന്നുണ്ട്. ഉൽപ്പത്തി 37:3-4 എന്ന വാക്യങ്ങൾ. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. വാർദ്ധക്യത്തിൽ ജനിച്ച മകനാകൊണ്ട് മുമ്പ് ജനിച്ചതായ എല്ലാ മക്കളെക്കാളും ജോസഫിനെ അധികം സ്നേഹിച്ചു. അവനൊരു പ്രത്യേക അങ്കിയും ഉണ്ടാക്കി കൊടുത്തു. അവനൊരു നിലയങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും ജോസഫിനെ അധികം സ്നേഹിക്കുന്നത് കണ്ട അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ആരാണ് ഇവിടുത്തെ പ്രതി? ബൈബിൾ പ്രസംഗിക്കുന്നവരൊക്കെ ജോസഫിന് വന്നതായ പ്രയാസങ്ങൾ സഹോദരന്മാരെ ചെയ്തത്, പിന്നെ അവന് നന്ദിയായി തീർന്നൊക്കെ പ്രസംഗിക്കും. എന്നാൽ ഈ ഘടകം ശ്രദ്ധിക്കണം. ഇതിനെല്ലാം കാരണക്കാരൻ അപ്പന. ആ ഇളയ മകന് ചില കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ മുൻപാകെ ആ മകനെ അധികം സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. അത് ഒരു മാതാപിതാക്കന്മാർ മുഖപക്ഷമുള്ളവരായിരിക്കാൻ പാടില്ല. മൂത്തവരെയും ഇളയവരെയും ഒന്നുപോലെ സ്നേഹിക്കണം. ഇളയ കുട്ടിയെ അധികം കരുതിയാൽ മൂത്ത കുട്ടിയിൽ ഇളയ കുട്ടിയോട് അസൂയയും സങ്കടവും നിരാശയും ഉണ്ടാകും. ചിലര് ഇളയ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യും. കാരണം അതുവരെ അവർക്ക് മാത്രം കിട്ടിയിരുന്ന സ്നേഹം മറ്റൊരാളുമായി പങ്കിടുന്നത് അവരെ പകയിലേക്ക് നയിക്കും. ഫ്രോയിഡ് എന്നു പേരുള്ള ഒരു തത്വജ്ഞാനി ഈ പ്രതിഭാസത്തെ വിളിച്ചിരുന്ന കയ്യിൻ കോംപ്ലക്സ് ആണ്. നമുക്കറിയാമല്ലോ, കയ്യിനും ഹാബേലും. ഹാബേലിനുള്ളതായ അസൂയ മൂത്താണ് ഹാബേലിനെ കൊന്നത്. കയ്യിൻ കോംപ്ലക്സ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇളയവരോട് മൂത്തവർക്ക് വരുന്നതായ അസൂയയും പകയും. അതുപോലെ കുടുംബത്തിൽ മക്കളെ ഭാര്യഭർത്താക്കന്മാർ വീതം വയ്ക്കരുത്. ചിലർ പറയും അവൻ നിന്നെ പോലെയാ. ഭാര്യ പറയും അവള് നിങ്ങളെ തനി പകർത്താം. അതെന്തെങ്കിലും വിഷയത്തോടെ ബന്ധപ്പെട്ടായിരിക്കും. ഇന്ന് മനുഷ്യർക്കുള്ളതായ ഒരു വലിയ തെറ്റാണ്. നിങ്ങൾ ദൈവീകതൊരു വീട്ടിൽ ചെന്ന് അവിടുത്തെ മക്കളെ കണ്ടിട്ട് തരം തിരിച്ച് പറയരുത്. ഇവള് അപ്പനെ പോലെ തന്നെയാണ്, ഇവൻ മൂക്ക് അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങൾ വേർതിരിക്കുകയാണ്. ഒരുത്തൻ അമ്മയുടെയും ഒരുത്തി അപ്പൻ്റെയും. അപ്പൊ അവർക്ക് തമ്മിൽ ഞങ്ങൾ ഒന്നെന്നുള്ള ചിന്തയേക്കാൾ ഞങ്ങൾ വ്യത്യസ്തമാണ് ചിന്ത. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാൽ സമാനതകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അമ്മ കറുപ്പാണ്, അപ്പൻ വെളുപ്പാണ്. ഒരു കുട്ടി കറുത്തിരുന്നേക്കാം, എന്നാൽ അപ്പോൾ തന്നെ പറയണം കറുപ്പിൽ അമ്മയുടെ നിറമാണ്, പക്ഷേ മുടിയൊക്കെ അപ്പൻ്റെ മുടിയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റും. അതുപോലെ മുഖച്ഛായൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പനെ പോലെ ഇരിക്കുന്നു. ചിരിയും പെരുമാറ്റം അമ്മയെ പോലെ. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കുട്ടിയിൽ അപ്പയുടെയും അമ്മയുടെയും തനതായ സവിശേഷതകളെ കണ്ടെത്താൻ കഴിയും. ഇതിനെ ഒന്നും സൂക്ഷ്മമായി നോക്കുകയോ പറയുകയോ ചെയ്യാതെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് അപ്പൻ്റെ ഒന്ന് അമ്മയുടെ എന്ന നാട്ടുകാരും കൂടെ വെട്ടിപ്പിളർക്കാന്ന് ഒരിക്കലും നിങ്ങൾ വീട്ടിലത് അനുവദിക്കരുത്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് പരിഹരിക്കാം. അപ്പനും അമ്മയും ഒരിക്കലും പറയാൻ പാടില്ല. എല്ലാ കുട്ടിയിലും മാതാപിതാക്കന്മാരുടെ അംശം കണ്ടെത്താൻ കഴിയണം. മറ്റു ചിലര് നല്ല കാര്യം ചെയ്യുമ്പോൾ പറയും നോക്കടി അവൻ എൻ്റെ മോനാ, കണ്ടോ.
നാം മോശം ചെയ്യുമ്പോഴോ നിന്റെ മോളല്ലേ, ചുമ്മാതാണോ ഇങ്ങനെ? നല്ല കാര്യമെല്ലാം എൻ്റേതും മോശമെല്ലാം നിൻ്റേതും. ഈ മക്കൾക്ക് എങ്ങനെ നല്ല വ്യക്തിത്വത്തിലേക്ക് വളരാൻ കഴിയും? ഒരിക്കലും രൂപത്തിലോ നിറത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ നിങ്ങളുടെ മക്കളെ രണ്ടോ എന്ന് തിരിക്കരുത്. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ആ വാക്കുകൾ, ഇങ്ങനെയുള്ള ഡയലോഗുകൾ അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുക മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തിന് ഒരു തടസ്സമായി തീരുകയാണ്. ഒരപ്പൻ ഒരു മകനെ ശിക്ഷിച്ചാൽ ഉടനെ അമ്മ എന്ന് പോട്ടെ, ആ മനുഷ്യൻ ഒരു കരുണയില്ലാതെ കൊച്ചിനെ അടിച്ചങ്ങ് പൊട്ടിച്ചു, ഇത്ര മതി, അടിച്ചതും പൊട്ടിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. മക്കളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിന് അതിൻ്റെതായ ചില വഴികൾ. അപ്പൻ കുട്ടിയെ അടിച്ചു, അത് നന്നായി കരയുന്നു, കരഞ്ഞോട്ടെ, ഇച്ചിരി ക്രമത്തിന് അധികം കരയുന്നെങ്കിൽ ചിലപ്പോൾ ആശ്വാസമുണ്ട്. ചില കുട്ടികൾ അധികം കരഞ്ഞാൽ അവരെ കുറിച്ച് വരുന്നതായ രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ പറയണം? പപ്പ അടിച്ചല്ലേ, ആ പപ്പ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ, തെറ്റ് ചെയ്തിട്ടല്ലേ ശിക്ഷിച്ചത്, സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ, അതുകൊണ്ട് മേലാൽ അത് സൂക്ഷിച്ചാൽ മതി എന്ന അങ്ങനെ ഒരു ആശ്വാസം പറയാം. അമ്മ ശാസിച്ചാൽ അപ്പന്മാരൊന്ന എന്തുവാടി എപ്പോഴും അല്ലെ, ഇടി എന്നുള്ള വാക്ക് തന്നെയും തെറ്റിപ്പോയി, അവിടെ തന്നെ തെറ്റി. അമ്മ മക്കളെ ശാസിച്ചാൽ അപ്പൻ ഒരിക്കലും അമ്മ ചെയ്തതിന് എതിര് നിൽക്കാനായിട്ട് പാടില്ല. കുട്ടിയെ ആശ്വസിപ്പിക്കണം നിർബന്ധമുണ്ടോ എങ്കിൽ അതിനുള്ള വാചകം പറയുന്നു, അമ്മ രാപകൽ അധ്വാനിക്ക് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ഇത്ര കരുതുന്ന വേറൊരു അമ്മ ഈ ഭൂമിയിൽ എങ്ങും കാണത്തില്ല, അങ്ങനെയൊക്കെ തീർത്തങ്ങ് പറഞ്ഞേക്കണം. ഇങ്ങനെ രണ്ടുപേരും ഒരുപോലെ ശാസിക്കരുത്. ഒരാൾ ശാസിക്കും, മറ്റേയാൾ മൗനമായിരിക്കണം, സൈഡ് പിടിക്കുകയും ചെയ്യരുത്. മക്കളെ വളർത്തുമ്പോൾ തമ്മിലൊരു തരംതിരിവ് ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടത്. മക്കളുടെ ആരോഗ്യകരമായ മാനസിക അവസ്ഥയ്ക്ക് ആരോഗ്യകരമായ ബന്ധങ്ങളാണ് ആവശ്യം. ആരോഗ്യകരമായ കുടുംബത്തിൽ വരുന്ന മക്കളുടെ മനസ്സ് നല്ല ആരോഗ്യകരമായിരിക്കും. ജീവിതത്തിന്റെ ബാലപാഠം കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്നുള്ള അനുഭവങ്ങൾക്കേറ്റ വിധം സാമൂഹികവും ബൗദ്ധികമായ വികാസം കുഞ്ഞുങ്ങളിൽ വർദ്ധിക്കാം, മുരടിച്ചും പോകാം. കുടുംബത്തിലെ അന്തരീക്ഷത്തിനേറ്റ നിലയിലാണ് ഉണ്ടാകുന്നത്. 5 വയസ്സിന് മുൻപ് സ്വഭാവ രൂപവൽക്കരണത്തിന്റെ 90% പിന്നിട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഒരു കുട്ടിയുടെ 5 വയസ്സിന് മുൻപ് ആ കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ 90% തീരുവന്നു. അതിനർത്ഥം എന്താ? ഒരു കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനം 5 വയസ്സിന് മുൻപെന്നാണ്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന 10, 15, 20 ആയി കഴിഞ്ഞാൽ 20 വൃത്തക്കേട് കാണിക്കുമ്പോഴാണ് എൻ്റെ മോനെന്താൻ ഇങ്ങനെയായത്, എൻ്റെ മോളത് ഇങ്ങനെ പെരുമാറി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അടിത്തറ ഇടുന്നത്, സ്വഭാവത്തിന് അടിത്തറ ഏറ്റവും പ്രധാനമായി 5 വയസ്സിന് മുൻപ്. ഇതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പണ്ടേ കാല് വിൽക്കാനും നമ്മളില്ല, ഇത് ഈ ജനറേഷനാണ്. പണ്ട് 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് അറിയാവുന്ന അറിവ് ഇന്ന് 2 വയസ്സുള്ള കുട്ടിക്കും കാണും. പണ്ട് 10, 12 വയസ്സുള്ള കുട്ടികളുടെ അറിവ് 5 വയസ്സുള്ള കുട്ടിക്കുണ്ട്. 18 വയസ്സുള്ള പണ്ടത്തെ അറിവ് ഇന്നൊരു 10 വയസ്സോ 15 വയസ്സോ കുട്ടിയോട് ചോദിച്ചാൽ അറിയും. അത്ര ഫാസ്റ്റ് ഗ്രോത്താണുള്ളത് അറിവിൽ. അവരുടെ ബുദ്ധി സാമർഥ്യത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന കാര്യത്തിൽ അതീവ ഗൗരവത്തോടെ ഇടപെടേണ്ടത് ആവശ്യമാണ്. സ്വഭാവ രൂപീകരണത്തിന്റെ 90% 5 വർഷത്തിനുള്ളിൽ നടക്കുന്നതിനിടയിൽ ഈ 5 വയസ്സ് വരെ കണ്ടതും കേട്ടതും അതേവിടെ ഇവർ ആവർത്തിക്കുന്നുള്ള കാര്യം മറന്നു കളയരുത്. 4-5 വയസ്സ് വരെ കാണുന്നത് കേൾക്കുന്നതെല്ലാം പിന്നീട് അതുപോലെ ഏത് ശീലം ആവർത്തിക്കും. കോൺക്രീറ്റ് തിങ്കിങ്ങിനാണ് എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നതായ വിധം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹപ്രകടനം, രാവിലെയുമായിട്ടുള്ളതായ പ്രാർത്ഥന, ഇങ്ങനെ വീട്ടിലെ എല്ലാം 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 കണ്ട് 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 മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ഒടുവിൽ ഇതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ മാതൃക കാട്ടണം. ചിലർ TV, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ആര് വന്നാലും എഴുന്നേൽക്കത്തുമില്ല, കണ്ടമട്ട് കാണിക്കുകയും. മുതിർന്നവർ വന്നാൽ എഴുന്നേൽക്കുക. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. അവിടെ നിങ്ങൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ അവരും എഴുന്നേറ്റ് പഠിക്കുകയുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവർ ഈ മറികടന്ന് പോയാൽ തൊട്ടിങ്ങനെ വന്നിച്ചു അല്ലെങ്കിൽ ചോദിച്ചു. എന്തിനാ? അത് പണ്ടേ ഉള്ള ശീലം. ഇന്ന് ഏതെങ്കിലും കുട്ടികൾ ചെയ്യൂ. തട്ടി മറിച്ചിട്ടിട്ട് പോയാൽ പോലും അവനെ നോക്കണ്ട. കാലിനെ മറികടക്കുമ്പോൾ പോലും ഒന്ന് തൊട്ട് വന്നിക്കുക. അതൊരു നമസ്കാരമോ ദൈവത്തെ കാണുമ്പോഴൊന്നും അല്ല,
അതെല്ലാം ബഹുമാനത്തിന്റെ ഒരു പ്രകടനം. ശരീരത്തെ മുട്ടിയാൽ തട്ടിയാൽ സോറി എന്ന് പറയണം. നമ്മൾ കുഞ്ഞുങ്ങളെ പറയാൻ പഠിപ്പിക്കുകയും ഗുരുക്കന്മാർ, ശുശ്രൂഷകർ ഇവരെ നമ്മളെ മാനിച്ച മാതൃക കാണിക്കണം. ഉപനിഷത്തിലെ ഒരു സംസ്കൃത ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതൃദേവ ഭവ, പിതൃദേവ ഭവ, ആചാര്യദേവ ഭവ, അതിഥിദേവ ഭവ. അർത്ഥം ഇങ്ങനെയാണ്: മാതാപിതാക്കന്മാർ, ഗുരുക്കൾ, അതിഥികൾ ഇവരെ ദൈവത്തെ പോലെ കാണണമെന്ന്. ഇതാണ് ഭാരതത്തിലുള്ള ഒരു നല്ല പാരമ്പര്യം. ഇത് നമ്മൾ മക്കളെയും പഠിപ്പിക്കണം. മറ്റുള്ളവരെ നാം ബഹുമാനിച്ച് കാണിക്കുമ്പോൾ ബഹുമാനിക്കാൻ നമ്മളൊരു അഭ്യസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമോ മുതിർന്നവരോ മക്കളെ ഒന്ന് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തെന്നിരിക്കട്ടെ. ആഹാ, സാറ് നിന്നെ അടിച്ചോ? ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ. സൺഡേ സ്കൂൾ അധ്യാപകൻ അങ്ങനെ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇനി ഇപ്പൊ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ അവരൊരു അന്യായമാണ് ചെയ്തെന്നിരിക്കട്ടെ, അവർ ചെയ്ത ഒരു തെറ്റിദ്ധാരണയാണെന്ന് വരികിൽ മക്കൾ കേൾക്കെ ഞാൻ ചോദിച്ചേക്കാം, പപ്പ ചോദിച്ചേക്കാം എന്ന് പറയരുത്. നിങ്ങൾ നേരിട്ട് ആ വ്യക്തിയെ കണ്ട് മക്കൾ അറിയാതെ കാര്യം പറഞ്ഞ് ക്രമീകരിക്കണം. നിങ്ങൾ മക്കളോട് ഇങ്ങനെ പറഞ്ഞൊന്നും ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അവർക്ക് ബോധ്യം, അവർ പറയും ഞാനത് അറിഞ്ഞില്ല, അങ്ങനെയാണ് പെരുമാറിയത്. ഇല്ല, അവർ ചെയ്തൊരു അന്യായമാണെന്ന് വരികിൽ എൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇനിയെങ്കിലും ഇങ്ങനൊരു കാര്യം ഉണ്ടാകരുത് എന്ന് നേരിടും. പക്ഷേ ഇത് ചോദിക്കാൻ പോയത് ഒന്നും മക്കൾ അറിയരുത്. മക്കൾ അറിഞ്ഞാൽ അവർക്ക് അവരോടുള്ളതായ ബഹുമാനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർ അറിയാതെ വേണം നാം കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിക്കുവാൻ. പൊസസീവ്നെസ്, എൻ്റെ മക്കൾ എന്നെ മാത്രം സ്നേഹിക്കണം. ചില വീട്ടിൽ തന്നെയുണ്ട് അമ്മയെ മാത്രം സ്നേഹിക്കണമെന്ന് പറഞ്ഞ് മക്കളെ വളർത്തുന്നവർ, അപ്പനെ മാത്രം സ്നേഹിക്കണം, അമ്മയെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളർത്തുന്നവർ. അപ്പനെയും അമ്മേനെ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും സ്നേഹിച്ച് വളർത്തണം, അഥവാ അങ്ങനെ സ്നേഹിക്കത്തക്കവരെ വളർത്തണം. മാതാപിതാക്കന്മാരെ കൂടാതെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇവരെല്ലാവരും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും അവർക്ക് സഹായം ചെയ്യാനും നമ്മൾ ശീലിപ്പിക്കണം. ചില വീടുകളിൽ അപ്പൻ്റെ അപ്പനാണെന്ന് വരികിൽ ആ അപ്പനമ്മയ്ക്ക് ഒരു സഹായം ചെയ്യുവാൻ മക്കളെ ശീലിപ്പിക്കുന്നില്ല, ചില അനുവദിക്കുന്നതിന്. അമ്മയുടെ അമ്മയും അപ്പൻ ആ വീട്ടിലുണ്ടെന്ന് വരികിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൊച്ചുകുട്ടികൾ ഒരു സഹായം ചെയ്യാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ അവരെ അങ്ങനെ അഭ്യസിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ വ്യക്തിത്വം പൂർണ്ണമായി തീരുകയുള്ളൂ.